ലോകമിന്ന് ഒരു വലിയ ഊർജ്ജ പ്രതിസന്ധിയുടെ വക്കിലാണ് നിൽക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യവും ചെങ്കടലിലെയും ഹോർമൂസ് കടലിടുക്കിലെയും കപ്പൽ ഗതാഗത തടസ്സങ്ങളും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിരിക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു രാജ്യം നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആഭ്യന്തര വിപണിയിലെ വിലക്കയറ്റവും ഇന്ധന ദൗർലഭ്യവുമാണ്. എന്നാൽ ഈ ആഗോള കൊടുങ്കാറ്റിലും പതറാതെ നിൽക്കുന്ന ഇന്ത്യയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇന്ത്യയുടെ നയതന്ത്ര മികവിൻ്റെയും തന്ത്രപരമായ നീക്കങ്ങളുടെയും ഫലമായി ആഗോളതലത്തിൽ പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോഴും രാജ്യത്തെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പാചകവാതക വില വർദ്ധിപ്പിക്കില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിലെ വർധനവും ഇറാനുമായുള്ള നയതന്ത്ര ബന്ധത്തിലൂടെ ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യ നേടിയെടുത്ത പ്രത്യേക ഇളവുകളും ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും അത് ഇന്ത്യയിലെ സാധാരണക്കാരുടെ അടുക്കളയെ ബാധിക്കേണ്ടതാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ LPG വില കൂട്ടില്ലെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കിയത് വലിയൊരു ആശ്വാസമാണ്. ആഗോള വിപണിയിലെ ചാഞ്ചാട്ടം ഉപഭോക്താക്കൾക്കിടയിലേക്ക് എത്താതിരിക്കാൻ സർക്കാർ കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ക്രൂഡ് ഓയിലും ദ്രവീകൃത പ്രകൃതിവാതകവുമായി 4 വലിയ കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുകയാണ്. ഇതിൽ 2 കപ്പലുകൾ ക്രൂഡ് ഓയിലും മറ്റ് 2 കപ്പലുകളിൽ LNGയുമാണ് വഹിക്കുന്നത്. വിതരണ ശൃംഖലയിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത നീക്കങ്ങളിലൂടെയാണ് രാജ്യം ഈ പ്രതിസന്ധിയെ മറികടക്കുന്നത്. ഈ മുൻകരുതൽ നടപടികൾ ജനങ്ങൾക്കിടയിലെ ആശങ്ക കുറയ്ക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ റഷ്യ വഹിക്കുന്ന പങ്ക് സമീപകാലത്ത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. റഷ്യ-യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ അവഗണിച്ചും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തീരുമാനിച്ചത് വലിയ ചർച്ചയായിരുന്നു. ഇന്ന് ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 1/3 റഷ്യയിൽ നിന്നാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം കുറയുമ്പോൾ സുരക്ഷിതമായ മറ്റൊരു സ്രോതസ് എന്ന നിലയിൽ റഷ്യയെ ഇന്ത്യ കൂടുതൽ ആശ്രയിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് കൂടുതൽ LNG എത്തിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി. പ്രമുഖ ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമായ ഗെയിൽ റഷ്യയുമായി വർഷങ്ങൾക്ക് മുൻപ് ഒപ്പിട്ട 23 വർഷത്തെ ദീർഘകാല കരാർ ഇപ്പോൾ ഇന്ത്യക്ക് വലിയ തുണയായി മാറുകയാണ്. ഇടക്കാലത്ത് അമേരിക്കയുമായുള്ള വ്യാപാര താൽപ്പര്യങ്ങൾ മുൻനിർത്തി ഈ ഇറക്കുമതി കുറച്ചിരുന്നെങ്കിലും നിലവിലെ സാഹചര്യം പരിഗണിച്ച് അത് വീണ്ടും വർദ്ധിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനകം തന്നെ 3 കോടി ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങിക്കഴിഞ്ഞു എന്നത് നമ്മുടെ ഊർജ്ജ സംഭരണത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ലോകത്തെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഈ പാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കുമ്പോൾ അത് ലോക രാജ്യങ്ങളെയാകെ മുൾമുനയിൽ നിർത്താറുണ്ട്. എന്നാൽ ഇവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്ര വിജയം പ്രകടമാകുന്നത്. അമേരിക്കൻ, ഇസ്രയേൽ കപ്പലുകൾക്ക് കർശന വിലക്കുള്ള ഈ പാതയിലൂടെ ഇന്ത്യൻ കപ്പലുകളായ പരിമളിനും പുഷ്പയ്ക്കും കടന്നുപോകാൻ ഇറാൻ പ്രത്യേക അനുമതി നൽകി കഴിഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ക്രിയാത്മകമായ ചർച്ചകളുടെ ഫലമാണിത്. കൊച്ചിയിൽ ഇറാൻ നാവിക കപ്പലിന് ഇന്ത്യ സുരക്ഷയൊരുക്കിയതും അതുപോലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധവും ഈ ഇളവ് നേടിയെടുക്കുന്നതിൽ നിർണായകമായി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുഗമമായ ചരക്ക് നീക്കം ഇന്ത്യയിലെ പെട്രോൾ, പാചകവാതക ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. കേരളത്തിലെ സാഹചര്യം എടുത്താൽ സംസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ സിറ്റി ഗ്യാസ് പദ്ധതിയിൽ യാതൊരുവിധ പ്രതിസന്ധിയുമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ 26,000-ലധികം വീടുകളിൽ നിലവിൽ സിറ്റി ഗ്യാസ് കണക്ഷനുണ്ട്. കൊച്ചുവേളിയിലെയും തോന്നക്കലെയും പ്ലാന്റുകളിലേക്ക് ഒമാൻ, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നാണ് വാതകം എത്തുന്നത്. പൈപ്പിൽ നിന്ന് ടാങ്കറുകൾ വഴിയാണ് ഈ വാതകം തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത്. ഇറക്കുമതിയിലും വിതരണത്തിലും നിലവിൽ തടസ്സങ്ങളില്ല എന്നതിനാൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്നിരുന്നാലും ആഗോളതലത്തിലെ വാർത്തകൾ കേട്ട് പരിഭ്രാന്തരായ പലരും ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകൾ വാങ്ങിക്കൂട്ടുന്ന പ്രവണത രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിൽ ദൃശ്യമാണ്. ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഇൻഡക്ഷൻ സ്റ്റൗകൾക്ക് വൻ ഡിമാൻഡ് അനുഭവപ്പെട്ടതും പലയിടത്തും സ്റ്റോക്ക് തീരുന്നതും ജനങ്ങൾക്കിടയിലുള്ള പരോക്ഷമായ ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പരിഭ്രാന്തരാകാതെ സർക്കാർ സംവിധാനങ്ങളിൽ വിശ്വസിക്കുക എന്നതാണ് പൗരന്മാർ ചെയ്യേണ്ടത്. നിലവിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള തന്ത്രപരമായ നിലപാടുകൾ രാജ്യത്തെ ഊർജ്ജ സുരക്ഷയെ സംരക്ഷിക്കാൻ പര്യാപ്തമാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിലെ വർധനവും ഇറാനുമായുള്ള നയതന്ത്ര ബന്ധവും ആഭ്യന്തര വിപണിയിലെ വില നിയന്ത്രണവും എല്ലാം സൂചിപ്പിക്കുന്നത് രാജ്യം ഏത് വെല്ലുവിളിയെയും നേരിടാൻ സജ്ജമാണ് എന്ന് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒരു കുറവും ഉണ്ടാകാതിരിക്കാൻ സർക്കാർ കൃത്യമായ നയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വിപണിയിലെ താൽക്കാലിക പ്രവണതകളോ കിംവദന്തികളോ വിശ്വസിച്ച് പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്ന് നിലവിലെ വസ്തുതകൾ പരിശോധിച്ചാൽ വ്യക്തമാകും. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് നിലവിലെ ഈ സാഹചര്യങ്ങൾ.
ഒരു വശത്ത് റഷ്യയോടും മറുവശത്ത് ഇറാനോടും ശക്തമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകൾ ഇന്ത്യൻ തീരത്തെത്തുന്നതോടെ ഇന്ധന വിതരണം കൂടുതൽ സുഗമമാകും. ഊർജ്ജ സുരക്ഷയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഈ നയതന്ത്ര വിജയങ്ങൾ നിർണായക നാഴികക്കല്ലുകളാണ്. തടസ്സമില്ലാതെ വിതരണ ശൃംഖലയും സുസ്ഥിരമായ വിലയും ഉറപ്പാക്കുന്നതിലൂടെ രാജ്യം സാമ്പത്തിക ഭദ്രത നിലനിർത്തുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.